വർഗീയതയ്ക്കെതിരെയാണ് യൂത്ത് ലീഗിന്റെ പോരാട്ടം. വർഗീയതയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, എല്ലാ സ്ഥലത്തു നിന്നും വളരെ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വർഗീയതയെ കുറിച്ചുള്ള പോരാട്ടം പറയുമ്പോൾ വർഗീയതയുടെ നിർവചനം നിങ്ങളെ പഠിപ്പിക്കുന്നതിനല്ല യൂത്ത് ലീഗിന്റെ ഈ ജാഥ. മതേതരത്വത്തിന്റെ ആപ്തവാക്യങ്ങൾ നിങ്ങളെ ചൊല്ലിക്കേൾപ്പിക്കുന്നതിനുമല്ല യൂത്ത് ലീഗിന്റെ ജാഥ. നമ്മൾ ജീവിച്ചതാണ്, നമ്മൾ കാണിച്ചു കൊടുത്തതാണ്. ഈ ജാഥയുടെ കോർഡിനേറ്റർ പ്രിയപ്പെട്ട സമദ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇവിടെ സൂചിപ്പിച്ച ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. തിരുവേഗപ്പുറ എന്നാണ് ആ ഗ്രാമപഞ്ചായത്തിന്റെ പേര്. അറിയുമോ തിരുവേഗപ്പുറയെ? കേരളത്തിന്റെ മഹത്തായ ഐതിഹ്യം പേറുന്ന ഗ്രാമമാണ് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത്. പറയിൽപ്പെട്ട പന്തിരുകുലം വരരുചി എന്ന മഹർഷിക്ക് ചണ്ഡാള സ്ത്രീയിലുണ്ടായ 12 പേർ, അഗ്നിഹോത്രിയും രചകനും കാരക്കലമ്മയും പാണനും പാക്കനാരും പെരുന്തച്ഛനും നാറാണത്തു ഭ്രാന്തനും 12 മക്കൾ. ആ 12 മക്കളുടെ ഐതിഹ്യം പേറുന്ന ഗ്രാമം നാറാണത്തു ഭ്രാന്തന്റെ ഗ്രാമം. ഒരു നബിദിന ദിവസം മുസൽമാന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതനായ ദിവസം മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷത്തിനും ആഘോഷമാണ്, അത്യാഹ്ലാദമാണ്. മദ്രസകളിൽ നബിദിനത്തിന്റെ പരിപാടി ഉണ്ടാകും, മൗലിദ് പാരായണം ഉണ്ടാകും, കുട്ടികൾ തെരുവിലേക്ക് ഘോഷയാത്രയുമായി വരും, എങ്ങും ആഹ്ലാദമാണ്. ഒരു നബിദിന ദിവസം ഈ വിനീതൻ കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വളാഞ്ചേരിയിൽ എത്തിയപ്പോൾ പ്രിയപ്പെട്ട ട്രഷറർ ഗഫൂരിനെയും കുട്ടി സമദിന്റെ കാണുന്നതിന് വേണ്ടി സമദിന്റെ വീട്ടിലേക്ക് പോയി ഒരു ആവശ്യം. സമദുമായി ഒരുപാട് സംസാരിച്ചപ്പോൾ സമദ് തന്റെ ഗ്രാമപഞ്ചായത്തിന്റെ പൈതൃകം, അതിന്റെ പാരമ്പര്യം പറഞ്ഞു തന്നു. സമദ് പറഞ്ഞു, ഇവിടെയാണ് ഭ്രാന്തൻ കല്ലുള്ളത്. വലിയ പാറയുടെ മേൽ, വലിയ മലയുടെ മുകളിലേക്ക് പാറ ഉരുട്ടിക്കൊണ്ടുപോയി അത് താഴത്തേക്ക് തള്ളിയിട്ട് അട്ടഹസിച്ചുകൊണ്ട് ഈ ലോകത്തിന് മുഴുവൻ ഭ്രാന്താണെന്ന് വിളിച്ചു പറഞ്ഞ നാരായണത്ത് ഭ്രാന്തന്റെ ഐതിഹ്യം, ആ ഐതിഹ്യം കുടികൊള്ളുന്ന ഭ്രാന്തൻ കല്ല്, അതിന്റെ മുമ്പിലുള്ള ഭ്രാന്താടന ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ മുറ്റത്താണ് കാഞ്ഞിരമറ്റം, നാരായണത്ത് ഭ്രാന്തനെ തറച്ചിട്ടുള്ള കാഞ്ഞിരമറ്റമുള്ളത്, കാഞ്ഞിര മരമുള്ളത്. സമതിനോട് ഞാൻ ചോദിച്ചു, നമുക്ക് അവിടെ പോയി ഒന്ന് കാണാൻ കഴിയുമോ? സമത് വളരെ താല്പര്യത്തോടെ ഞങ്ങളെയും കൂട്ടിപ്പോയി. വലിയ പാറയുടെ മുകളിലാണ്, കൽപ്പടവുകൾ താണ്ടി പോകണം. ഓരോ പടവ് താണ്ടുമ്പോഴും ഈ വിനീതന്റെ മനസ്സിൽ വലിയ ഉത്കണ്ഠയായി, ആശങ്കയായി. ഞാനും ഒരു ക്ഷേത്രത്തിന്റെ അരികിലാണ് താമസിക്കുന്നത്. കുഞ്ഞുനാളിൽ ക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ടാകുമ്പോൾ കൊയ്ത്തു കഴിഞ്ഞ പാടത്തുകൂടി ഉത്സവത്തിനായി ഗജവീരന്മാർ വരുമ്പോൾ അതിന്റെ പിന്നിൽ തുമ്പിയെ പോലെ പാറി നടക്കുന്ന ഒരു ബാല്യകാലം എനിക്കും ഓർമ്മയുണ്ട്. കുമ്പനാനയുടെ പിറകെ ക്ഷേത്രത്തിന്റെ സന്നിധിയിലേക്ക് തന്നെ വരും. പക്ഷെ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തെത്തിയ ഒരു ഭയമാണ്. ചുറ്റുമതിലിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടാകും, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. ക്ഷേത്രത്തിന്റെ ആചാരമാണ്, അതെങ്ങാനും തെറ്റിക്കുമോ? ഒരു മുസൽമാനായ ഞാൻ അവിടേക്ക് കടന്നാൽ ഹൈന്ദവ സുഹൃത്തുക്കളുടെ ക്ഷേത്രത്തിന്റെ ആചാരം തെറ്റിക്കുമോ? വല്ലാത്തൊരു ഭയമാണ്. ആ ഭയം ഓരോ ഹൈന്ദവ ക്ഷേത്രം കാണുമ്പോഴും ഉണ്ട്. ആ ഭയവുമായിട്ടാണ് നാരായണത്തു ഭ്രാന്തന്റെ കൽപ്പടവുകൾ ഇങ്ങനെ കയറുന്നത് ഭ്രാന്താചല ക്ഷേത്രത്തിലേക്ക്. ഓരോ പടവും കയറി ക്ഷേത്രത്തിന്റെ തിരുസന്നിധിയിൽ എത്തേണ്ട താമസം മനസ്സിൽ കുളിര് കോരിയിട്ട അനുഭവമായിരുന്നു. ആ ക്ഷേത്രത്തിന്റെ കുളത്തിൽ കുളിച്ച് നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട് ഭസ്മവും പൂശി നേരിയ മുണ്ടെടുത്ത് നിൽക്കുന്ന ആ ക്ഷേത്രത്തിലെ അമ്പലവാസി ആ ക്ഷേത്രത്തിന്റെ കവാടത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സമദിനെ കണ്ട മാത്രയിൽ ചോദിക്കുന്നു, സമദേ, മദ്രസയിലെ നബിദിനത്തിന്റെ പരിപാടി കഴിഞ്ഞു? സമദേ, മദ്രസയിലെ നബിദിനത്തിന്റെ പരിപാടി കഴിഞ്ഞു. ഹൈന്ദവ ക്ഷേത്രത്തിന്റെ സന്നിധാനത്തിൽ വെച്ച് മുസൽമാന്റെ മദ്രസയിലെ നബിദിനത്തിന്റെ പരിപാടി കഴിഞ്ഞു എന്ന് ചോദിക്കുന്ന മതസാഹോദര്യം നമ്മൾ എവിടെയാണ് വേറെ കണ്ടെടുക്കുക? അത് നഷ്ടപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അതാണ് പറഞ്ഞത്, വർഗീയതയെ കുറിച്ച്, അതിന്റെ നിർവചനങ്ങളെ കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കാനല്ല. എന്റെ അനുഭവം നിങ്ങളിൽ ഓരോരുത്തർക്കുമുണ്ട്. അത് നഷ്ടപ്പെടുത്താനാണ് ആളുകൾ ശ്രമിക്കുന്നത്. മതേതരത്വത്തിന്റെ അർത്ഥവാക്യങ്ങൾ ചൊല്ലി പറയാനല്ല. യൂത്ത് ലീഗിന്റെ ഈ ജാഥ ഒരു മതസൗഹാർദ്ദ ജാഥയല്ല.
മതസൗഹാർദ്ദത്തിന്റെ വേദി പങ്കിടുന്നതിനുള്ള ജാഥയല്ല. ഒരുപാട് മതസൗഹാർദ്ദ വേദികൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ഉത്സവത്തിനുണ്ടാകും മതസൗഹാർദ്ദത്തിന്റെ വേദി. മുസ്ലിം മൗലവിയെയും ക്രൈസ്തവ പുരോഹിതനെയും ഹിന്ദു സന്യാസിയെയും കൊണ്ടുവന്നിരുത്തും ഇല്ലേ? ഈദ് ഉത്സവത്തിന്, ഈദ് ദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ മതസൗഹാർദ്ദം, ഈദ് സൗഹൃദ വേദി സംഘടിപ്പിക്കും. പരിശുദ്ധ റംസാനിൽ ഇഫ്താർ സംഗമത്തിന് മതസൗഹാർദ്ദം സംഘടിപ്പിക്കും. ക്ലബ്ബുകളുടെ ഉത്സവത്തിന് മതസൗഹാർദ്ദം സംഘടിപ്പിക്കും. നമ്മുടെ സാഹോദര്യം, നമ്മുടെ ഐക്യം ഊട്ടിയുറപ്പിക്കാനാണ്. പക്ഷെ മൂത്തിരയുടെ ഈ ജാഥ മതസാഹോദര്യം പറയുന്നതോടൊപ്പം ഇത് കേവലം മതസൗഹാർദ്ദ ജാഥയല്ല. ഈ ജാഥക്ക് ഒരു ശത്രുവുണ്ട്. ആ ശത്രു വർഗീയതയാണ്. ആരാണോ അതിനെ പാലിക്കുന്നത്, ആരാണോ അതിനെ പ്രേരിപ്പിക്കുന്നത്, ആരാണോ അതിനെ പിന്തുണയ്ക്കുന്നത്, ആരാണോ അതിന്റെ ഗുണഭോക്താക്കൾ, അവരെ ശത്രുക്കളായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗിന്റെ ഈ ജാഥ. രാജ്യം ഭരിക്കുന്നത് വർഗീയവാദികളാണ്. വർഗീയവാദികൾ അതിന്റെ അഹങ്കാരത്തിലാണ്. അടിക്കടി പ്രകോപനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യം വർഗീയവാദികൾ ഭരിക്കുമ്പോൾ അതിനെ മറികടക്കാൻ ഒരു രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാകണം. ഒരു രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാകും. ആശാവഹമാണ്. അതിന് നേതൃത്വം കൊടുക്കേണ്ട ഒന്നാമത്തെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആശാവഹമായ വാർത്ത നമ്മൾ വേറെയും കേട്ടു. മറ്റു പ്രാദേശിക പാർട്ടികൾ ഒന്നാകുന്നു. തിരിച്ചറിയണം, മതേതരത്വത്തിന്റെ മരണമണിയാണ് നരേന്ദ്രമോദി മുഴക്കുന്നത്. ഇവിടത്തെ ഈ ഇന്ത്യ ഉണ്ടാക്കിയ ഈ രാഷ്ട്രീയ പാർട്ടികൾ അത് തിരിച്ചറിയുന്നില്ലെങ്കിൽ അതേത് പാർട്ടിയുമാകട്ടെ, ഏത് മുത്തശ്ശി പാർട്ടിയുമാകട്ടെ, ഏത് വിപ്ലവ പാർട്ടിയുമാകട്ടെ, മതേതരത്വത്തിന്റെ ശവപ്പറമ്പിൽ ആളുകളുണ്ടായിരിക്കും ആ പാർട്ടികൾക്ക് ഉണ്ടാക്കുക. അതാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. ആ ദൗത്യം ഏറ്റെടുക്കണം. കോൺഗ്രസ് പാർട്ടി പ്രതീക്ഷയുണ്ട്, മറ്റു പാർട്ടികൾ പ്രതീക്ഷയുണ്ട്. അറിയുമോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇരിക്കുമ്പോ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിരുന്ന ആളാണ് സഖാവ് AKG. ആ AKGയുടെ പാർട്ടി, അതിന്റെ പോളിറ്റ് ബ്യൂറോ, അതിന്റെ കേന്ദ്ര കമ്മിറ്റി, പുതിയ ജനറൽ സെക്രട്ടറി, അതിന്റെ പാർട്ടി കോൺഗ്രസ് ആണ് നടന്നത്. എന്താ ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി? എന്താണ് CPM-ന് ഇക്കാര്യത്തിലുള്ള നിലപാട്? പുതിയ ജനറൽ സെക്രട്ടറി പറയുന്നത് പശ്ചിമ ബംഗാളിൽ മമതയെ എതിർക്കാൻ, പശ്ചിമ ബംഗാളിൽ BJP എതിർക്കാൻ ഞങ്ങൾ കോൺഗ്രസുമായി കൂട്ടുകൂടും പറഞ്ഞതാ. നിഷേധിക്കാൻ കഴിയുമോ? 35 കൊല്ലം ഭരിച്ച പശ്ചിമ ബംഗാളിൽ മമതയെ എതിർക്കാൻ, BJP എതിർക്കാൻ ഞങ്ങൾ കോൺഗ്രസുമായി കൂട്ടുകൂടും. പിന്നെ ആർക്കാ വിരോധം? ആർക്കാണ് അടവ്? ആർക്കാണ് കോൺഗ്രസ് മുതലാളിത്തത്തിന്റെ പാർട്ടി എന്ന് പറയുന്നത്? അത് ഈ കേരളത്തിലാണ്. CPM ഈ രാജ്യത്തെയാണോ സ്നേഹിക്കുന്നത്? ഈ രാജ്യത്തെ പ്രശ്നങ്ങളെയാണോ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്? അതിന്റെ പരിഹാരമാണോ നിങ്ങൾ കാണുന്നത്? എങ്കിൽ നിങ്ങൾ എടുക്കണം തീരുമാനം. വെറുതെ ചീപ്പ് ഈഗോ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, കോൺഗ്രസിനോടുള്ള കോംപ്ലക്സ് അവസാനിപ്പിക്കണം. ആർജവമുണ്ടെങ്കിൽ എടുക്കണം. പക്ഷെ എങ്ങനെ എടുക്കും? എന്താണ് ഇതിന്റെ പിന്നിൽ? രാജ്യം നിർണായകമായ തീരുമാന പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ CPM-ന് എന്തുകൊണ്ട് കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല? ലളിതമാണ് ഉത്തരം, ലളിതമാണ്. അച്യുതാനന്ദനെ ഒതുക്കി യെച്ചൂരിക്ക് പകരം രാമചന്ദ്രപിള്ളയെ കൊണ്ടുവരുവാൻ ശ്രമം നടന്നില്ല. തന്റെ പിൻഗാമിയായി തന്നെക്കാൾ വലിയ ജനങ്ങൾ വെറുക്കുന്ന നവംസക രാഷ്ട്രീയത്തിന്റെ പ്രതീകം കോടിയേരി ബാലകൃഷ്ണനെ പാർട്ടി സെക്രട്ടറിയായി. പാർട്ടിക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന സഖാക്കളെ, ഡിവൈഎഫ്ഐയുടെ കുട്ടികളെ ആദർശമുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. എന്താണ് നിലപാടിന്റെ പിന്നിൽ? അറിയുമോ? ലാവ്ലിൻ കേസിന്റെ വിടുതൽ ഹർജി കോടതിയിൽ നൽകിയപ്പോ ഈ കേസ് അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കോടതിയിൽ ഹർജി നൽകിയപ്പോ CPM-ന്റെ അന്നത്തെ സെക്രട്ടറി, CPM-ന്റെ പുതിയ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പിണറായി വിജയൻ പറഞ്ഞത്, ഈ കേസ് എന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും. ഈ കേസ് അവസാനിപ്പിക്കണം. ഈ കേസ് എന്റെ രാഷ്ട്രീയ ഭാവിയെ അവസാനിപ്പിക്കും. പറഞ്ഞത് ഡിവൈഎഫ്ഐയുടെ സ്വരാജല്ല, പറഞ്ഞത് ഡിവൈഎഫ്ഐയുടെ നേതാവ് രാജേഷല്ല. 70 മിനിറ്റ് പിണറായി വിജയനാണ് പറഞ്ഞത്.
ഈ കേസ് എന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും. എന്താണ് കേരളത്തിലെ CPM നേരിടുന്ന പ്രശ്നം? ഒന്നേ ഉള്ളൂ. ആവശ്യമില്ലാതെ പാർട്ടി നേതാക്കന്മാർക്ക് വേണ്ടി കൊലവിളി നടത്തുന്ന, പാർട്ടി നേതാക്കന്മാർക്ക് വേണ്ടി രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്ന, പാർട്ടിക്കാർക്ക് വേണ്ടി ജയിലുകളിൽ പോകുന്ന സഖാക്കളെ ചിന്തിക്കുക. പിണറായി എന്ന അഭിനവ മുതലാളി കമ്മ്യൂണിസ്റ്റിന് മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയാണ് ഇന്ത്യയുടെ നിർണായകമായ ഘട്ടത്തിൽ രാഷ്ട്രീയ ഷണ്ടന്മാരുടെ തീരുമാനം ഈ നാട്ടിൽ CPM എടുക്കുന്നത്. അതിനപ്പുറം എന്ത് രാഷ്ട്രീയമാണുള്ളത്? എന്ത് അടവുനയം, എന്ത് ബദൽ, എന്ത് കോൺഗ്രസ് വിരോധം? ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കണം. വർഗീയതക്കെതിരെയാണ് യൂത്ത് ലീഗിന്റെ പോരാട്ടം. ആ പോരാട്ടത്തിൽ അണിചേരാൻ ബാധ്യതയുള്ള ഒരു പാർട്ടിയാണ് ഈ നാട്ടിലെ DYFIയും അതുപോലെ തന്നെ CPM പോലെയുള്ള സംഘടനകൾ. വർഗീയത എന്നേക്കുമായി അവസാനിപ്പിക്കണം. ഈ നാടിന്റെ പൈതൃകം തിരിച്ചു പിടിക്കണം. അതാണ് നമ്മൾ പറയുന്നത്. വർഗീയത എന്ന് പറയുമ്പോൾ അത് ഭൂരിപക്ഷത്തിനെതിരെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്, പദമാണ്. മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് തീവ്രവാദം. അങ്ങനെയില്ല. രണ്ടും വർഗീയതയാണ്. RSS ആഗ്രഹിക്കുന്നത് ഇന്ത്യയെ ഒരു ഹിന്ദു മതാധിഷ്ഠിത രാജ്യമാക്കാം എന്നതാണ്. 1926 മുതൽ അതിനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. എന്നാൽ RSSനെ എതിർക്കാൻ എന്ന പേരിൽ നാട്ടിലുള്ള NDF-കാർ അവരും ആത്യന്തികമായി ആഗ്രഹിക്കുന്നത് ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാമെന്നതാണ്. NDF-ന്റെ മുൻഗാമികളായ സിമിക്കാർ വിളിച്ച മുദ്രാവാക്യമാണ് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. യൂത്ത് ലീഗിന്റെ ജാഥ ഒരു സന്ദേശം മാത്രമാണ്, ലളിതമാണ്, ആർക്കും മനസ്സിലാക്കാം. ഹൃദയത്തിന്റെ ഭാഷയാണ്. ഹൃദയം കൊണ്ട് കാണണം, ഹൃദയം കൊണ്ട് നോക്കണം, ഹൃദയം കൊണ്ട് പറയണം, ഹൃദയം കൊണ്ട് എഴുതണം, ഹൃദയം കൊണ്ട് ജീവിക്കണം. ഹൃദയത്തിന്റെ ഭാഷയാണ്. ഈ ഇന്ത്യ ഒരു പൂങ്കാവനമാണ്. ആ പൂങ്കാവനത്തിൽ ഒരു ശീതള ചായ വന്നാൽ, ഒരു കാറ്റ് വന്നാൽ പരസ്പരം ചുംബിക്കുന്ന പൂക്കളാണ് ഇവിടത്തെ വിവിധ മതങ്ങൾ. ആ മതങ്ങളുടെ സംഗമ ഭൂമിയായ ഈ ഇന്ത്യയെ NDF വിചാരിച്ചാലും RSS വിചാരിച്ചാലും ഒരു മതാധിഷ്ഠിത രാജ്യമാക്കുക സാധ്യമല്ല എന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യൂത്ത് ലീഗിന്റെ സന്ദേശം അത്രയേ ഉള്ളൂ, ഇതിനപ്പുറമില്ല. സംഘപരിവാർ ഭരിക്കുന്ന അഹങ്കാരത്തിൽ RSSന്റെ സർവസംഘചാലക് മോഹൻ ഭഗവത് പറയുന്നു, ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും ഹിന്ദുക്കളാണ്. വളരെ പ്രകോപനകരമാണ്. ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിക്കണം, മുസ്ലിങ്ങളെ സംഘർഷത്തിന് പ്രേരിപ്പിക്കണം, കലാപത്തിന് ഇറക്കിവിടണം. അങ്ങനെ ഭൂരിപക്ഷത്തിന്റെ ധ്രുവീകരണം ലക്ഷ്യമാക്കുന്ന RSS 10 വർഷം ചോദിക്കുകയാണ് നരേന്ദ്രമോദി. ആ 10 വർഷത്തിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് ബോധപൂർവമായ ശ്രമങ്ങൾ. അതുകൊണ്ടാണ് ഗർഭാപസി, അതുകൊണ്ടാണ് ഗോവധ നിരോധം, അതുകൊണ്ടാണ് ഏക സിവിൽ കോഡ്, അതുകൊണ്ടാണ് മുസ്ലിങ്ങളെ ബന്ധീകരിക്കണം, അതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് വോട്ടവകാശം നിഷേധിക്കണം. വോട്ടവകാശം നിഷേധിക്കണം. അറിയുമോ, ലോകത്തിൽ അപൂർവമായി മുസൽമാന്റെ ചൂണ്ടുവിരലിൽ വോട്ട് വിനിയോഗിച്ച ജനാധിപത്യത്തിന്റെ മഹനീയമായ മുദ്ര കറുത്ത മഷി പുരണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലാണ്. അതിന് നേതൃത്വം നടത്തിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗ് ഇവിടെ ഉണ്ടെങ്കിൽ, ഉമ്മ പെറ്റ മക്കൾ ഈ നാട്ടിലുണ്ടെങ്കിൽ വിനിയോഗിച്ചിരിക്കും വോട്ടവകാശം. ആര് നിഷേധിച്ചാലും വിനിയോഗിച്ചിരിക്കും. ബോധപൂർവമായ സംഘർഷം. അതിനുവേണ്ടി പറയുന്നു എല്ലാവരും ഹിന്ദുക്കളാണ്. അതിനെ നേരിടണം. എങ്ങനെയാണ് നേരിടേണ്ടത്? അത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. ഇവിടെ മുസ്ലിങ്ങളുണ്ട്, ക്രൈസ്തവരുണ്ട്, സിഖുകാരനുണ്ട്, പാഴ്സിയുണ്ട്, ജൈനനുണ്ട്, മതമുള്ളവരുണ്ട്, മതമില്ലാത്തവരുണ്ട്, മഹാഭൂരിപക്ഷം വരുന്ന മതേതര വിശ്വാസികളുമുണ്ട്. അവരെ ബാധിക്കുന്ന പ്രശ്നമാണ്. പക്ഷെ എല്ലാവരും ഹിന്ദുക്കളാണെന്ന് മോഹൻ ഭഗവത് പറഞ്ഞപ്പോ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു ഒരു മുസ്ലിം MP. എന്താ പറഞ്ഞത്? എല്ലാവരും ഹിന്ദുക്കളാണെങ്കിൽ എല്ലാ മനുഷ്യരും ജനിക്കുന്നത് മുസ്ലിങ്ങളായിട്ടാണ്. വലിയ പ്രചാരമായിരുന്നു നാട്ടിൽ, സോഷ്യൽ മീഡിയയിൽ ഉടനീളം. ഞാൻ നാട്ടിക ശ്രീനാരായണ കോളേജിലാണ് പഠിച്ചത്. മഹാഭൂരിപക്ഷവും ഹൈന്ദവ വിദ്യാർത്ഥികളാണ്. ഒരു തുച്ഛം മുസ്ലിം കുട്ടികൾ മാത്രമാണുള്ളത്.
എന്റെ അന്നത്തെ സുഹൃത്തുക്കൾ ഇപ്പോഴും സുഹൃത്തുക്കളാണ്. അവർക്ക് എന്റെ ഫേസ്ബുക്കിൽ ഇപ്പോഴും ഉണ്ട്. എല്ലാ മനുഷ്യരും ജനിക്കുന്നത് മുസ്ലിങ്ങളായിട്ടാണെന്ന പ്രസ്താവനയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രചാരം നൽകിയപ്പോ എന്റെ ആ ഹൈന്ദവ സുഹൃത്തുക്കൾ ഫേസ്ബുക്കിൽ കമന്റ് കണ്ട് ഞാനാകെ തളർന്നുപോയി, ഞെട്ടിപ്പോയി. അവരെന്നും അന്നും RSS അല്ല, ABVP അല്ല. അവരെന്നും എന്നും RSS അല്ല, ABVP അല്ല. നിനക്കെങ്ങനെ വിശ്വസിക്കാം? ഇറന്നു വീഴുന്ന ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. നീ കളിച്ചു വളർന്ന, നീ ഓണപ്പൂക്കളം ഉണ്ടാക്കാൻ മുക്കുറ്റിപ്പൂവും തുമ്പപ്പൂവും തൊടിയിലും പാടത്തും അന്വേഷിച്ചു നടന്ന, നിനക്ക് വിശക്കുമ്പോ അവന്റെ അമ്മ നിനക്ക് ഭക്ഷണം നൽകി. അവന് വിശക്കുമ്പോ നിന്റെ ഉമ്മ ഭക്ഷണം നൽകി. അവനെ താരാട്ടുപാട്ട് പാടി ഉറക്കി. നീ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചു. നിന്റെ അയൽപക്കത്തുള്ള ഹൈന്ദവ സഹോദരന്റെ മുഖത്ത് നോക്കി നീ മുസൽമാനായിട്ടാണ് ജനിച്ചത് എന്ന് പറയാതിരിക്കാനുള്ള മതസഹിഷ്ണുത നിന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്ന ബോധ്യമാണ് ഈ നാട്ടിലെ മുസ്ലിങ്ങളെ നയിക്കേണ്ടത്. അതാണ് ഞങ്ങൾ പറയുന്നത്. യൂത്ത് ലീഗിന്റെ നിർണായകമായ ഒരു തീരുമാനമുണ്ട്. നമ്മുടെ നാട്ടിൽ വർഗീയതയുടെ ഇടവേത്, മതേതരത്വത്തിന്റെ ഇടവേതെന്ന് പുതിയ കാലത്ത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പഴയ കാലം നഷ്ടപ്പെട്ടു. അയൽപക്കത്തുള്ളത് ആരുമാകട്ടെ, അവന്റെ കല്യാണം നമ്മുടെയും കല്യാണമാണ്, ഉത്സവമാണ്. ക്ഷേത്രത്തിലെ ഉത്സവം ഒരുമിച്ച് ആഘോഷിച്ചു എല്ലാവരും. മുസൽമാന്റെ മാസം കണ്ടാൽ നാളെ പെരുന്നാളാണെന്ന് വിളിച്ചറിയിച്ചു ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ഇല്ലേ? അങ്ങനത്തെ ഒരു നാട് പുരകെട്ട്, അയൽപക്കത്തുള്ള സഹോദരന്റെ പുരകെട്ടുന്നതിന് ഓലമെടയുകയും ഓല എടുത്തു കൊടുക്കുകയും കഞ്ഞി ഉണ്ടാക്കുകയും പുഴുക്കുണ്ടാക്കുകയും ചെയ്യുന്ന താളലയമായ ഒരു ജീവിതം അതില്ല. എല്ലാവർക്കും ഫേസ്ബുക്കാണ്, എല്ലാവർക്കും വാട്സപ്പാണ്, ട്വിറ്ററാണ്. പുതിയ തലമുറ അങ്ങനെയാണ്. കാലം മാറി, അത് തിരിച്ചറിയണം. എല്ലാവരുടെ കയ്യിലും ഇൻസ്ട്രുമെന്റ് ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വർഗീയത പ്രചരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിലാണ്. ഈ സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും കൂടുതൽ വർഗീയത പ്രചരിക്കുന്നത്. അതുകൊണ്ട് യൂത്ത് ലീഗ് ഒരു തീരുമാനമെടുത്തു. എല്ലാ സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. അവരെ സാക്ഷി നിർത്തി ഞാൻ നിങ്ങളോട് പറയുന്നു, യൂത്ത് ലീഗിൽ മെമ്പർഷിപ്പുള്ള ഒരു കുട്ടിയുടെ പോലും ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ട്വിറ്ററിലോ ഒരു LDF-കാരനും ഒരു RSS-കാരനും ഉണ്ടാകാൻ പാടില്ല. ചവിട്ടി പുറത്താക്കണം, അൺഫ്രണ്ട് ചെയ്യണം. ഇത് നമുക്കേ പറയാൻ കഴിയും. ഇത് പറയുമ്പോ പറയും ആശയ സംവാദമല്ലേ, നടക്കേണ്ടേ, ചർച്ചയല്ലേ. എന്താശയ സംവാദം? യൂത്ത് ലീഗ് RSS-നെ ആശയപരമായി മുസ്ലിം ലീഗ് പ്രതിരോധിച്ചിട്ടുണ്ട്. പക്ഷെ മുസ്ലിം ലീഗും യൂത്ത് ലീഗും ഇന്നവരെ RSS-ഉമായും LDF-ഉമായും ഒരു സെമിനാറും നടത്തിയില്ല, ഒരു സിംപോസിയം നടത്തിയില്ല, ഒരു ചർച്ചാ സമ്മേളനത്തിലും വേദി പങ്കിട്ടിട്ടില്ല. RSS-നെ ആശയപരമായി പ്രതിരോധിച്ചെങ്കിൽ കേരളത്തിന്റെ മുഖ്യധാരയിൽ കാലുകുത്താൻ ഇടമില്ലാത്ത വിധം LDF എന്ന സംഘടനയെ തള്ളി പുറത്താക്കിയത് മുസ്ലിം യൂത്ത് ലീഗ് എന്ന ഈ പ്രസ്ഥാനമാണ്. ഞങ്ങൾ ഒരു കൂട്ടരുമായും ആശയ ചർച്ചയോ സെമിനാറോ ഇവരുമായി നടത്തില്ല. ഇപ്പൊ ഈ ജാഥക്ക് എല്ലാ ഭാഗത്തു നിന്നും വലിയ പിന്തുണയാണ്. ഇവിടെ സൂചിപ്പിച്ചു, അപ്പുറത്തുള്ള പടിഞ്ഞാറത്തറയിലെ ഗുഡ് ഷെപ്പേർഡ് പള്ളിയുടെ തിരുമുറ്റത്ത് നിന്ന് തോമസ് ഫാദർ വന്ന് ഞങ്ങളെ അഭിവാദ്യം ചെയ്തു, ഞങ്ങൾക്ക് കിരീടം വെച്ചു. ഇത് നാടിന് വേണ്ടതാണ്, ഇത് നിങ്ങൾ പറയേണ്ടതാണ്. നിങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. അവർ ആശീർവദിച്ചു. പറഞ്ഞില്ലേ, ബത്തേരിയിൽ ഗണപതി ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് നിന്ന് ക്ഷേത്ര ഭാരവാഹികൾ സ്വീകരിക്കുന്നു. അവിടുത്തെ നിവേദ്യമായ ഉണ്ണിയപ്പം തരുന്നു. ആഹ്ലാദത്തോടുകൂടെ ഞങ്ങളെടുത്ത് കഴിക്കുന്നു. നിങ്ങൾ പറഞ്ഞു ഇത് നാടിന് വേണ്ടിയാണ്. ഈ ക്ഷേത്രം ഈ നാടിന്റെ ഐശ്വര്യമാണ്. ഈ ക്ഷേത്രം ചിലപ്പോൾ നമുക്ക് അങ്ങനെയാണ്, ക്ഷേത്രത്തിൽ നിന്ന് മണി നാദം മുസൽമാൻ കുഴപ്പമുണ്ടാക്കുമെന്നാണ് ചില ക്ഷേത്ര കമ്മിറ്റിക്കാർ ചിന്തിക്കുക. മുസൽമാന്റെ പള്ളിയിൽ ഉയരുന്ന സ്വന്തഗീതങ്ങൾ മുസ്ലിങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമെന്നാണ് ചില മുസ്ലിം കപട മതേതരവാദികളും പ്രചരിപ്പിക്കുക. ഇതൊക്കെ ഈ നാടിന്റെ ഐശ്വര്യമാണ്. മുസൽമാന്റെ പള്ളിയിൽ നിന്നുള്ള ബാങ്ക് വിളി കേൾക്കുമ്പോ ഏത് നഗരത്തിന്റെ തിരക്കിൽ വെച്ച് പോലും ആ സംഗീതം ആസ്വദിച്ചുകൊണ്ട് ഞാൻ നിന്നു പോകാറുണ്ട് എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ വാനമ്പാടി എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച സരോജിനി നായിഡുവാണ്. എന്തുവാണ് സരോജിനി നായിഡു? ഈ നാടിന്റെ പൈതൃകമാണ്. എല്ലാവരും ഞങ്ങളെ പിന്തുണക്കുന്നുണ്ട്. പക്ഷെ രണ്ട് വിഭാഗമാണ് എതിർത്തത്. ഒന്ന്, യൂത്ത് ലീഗിന്റെ ജാഥയിൽ 90 വർഷം മുമ്പ് ഒരു ഇംഗ്ലീഷുകാരൻ കേരളത്തിലേക്ക് വന്നപ്പോൾ എടുത്ത ചിത്രങ്ങളുണ്ട്. അന്നത്തെ സാംസ്കാരിക ജീവിതത്തിന്റെ നേർചിത്രങ്ങളാണ്. ക്രൈസ്തവ സ്ത്രീകളുണ്ട്, നമ്പൂതിരി സ്ത്രീകളുണ്ട്,
മാപ്പിളമാരും അതുപോലെ തന്നെ ഹൈന്ദവ സഹോദരങ്ങളും ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങളുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്, പള്ളികളുണ്ട്, തലി ക്ഷേത്രമുണ്ട്. വർഗീയതയ്ക്കെതിരെ മതേതരകരണം, അതാണ് യൂത്ത് ലീഗിന്റെ മുദ്രാവാക്യം. ഇന്ത്യയെ ഒരു മതാധിഷ്ഠിത രാജ്യമാക്കുക സാധ്യമല്ല എന്ന് പ്രസംഗിച്ചതിന്റെ പേരിൽ യൂത്ത് ലീഗ് നേതാവ് ഇസ്ലാമിക വിരുദ്ധ പ്രഭാഷണം നടത്തുന്നു. NDF-ന്റെ മുഖപത്രമായ തേജസ്വി രണ്ട് പത്രങ്ങളാണ് എതിർത്തത്. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, യൂത്ത് ലീഗിന്റെ ജാഥ ഈ വയനാടിലെത്തുമ്പോ, കേരളത്തിലുടനീളം ചുറ്റി സഞ്ചരിക്കുമ്പോ അത് കൊള്ളേണ്ടവർക്ക് കൊള്ളുന്നുണ്ട് എന്നാണ് വ്യക്തമായും നമുക്കെടുത്ത് പറയാൻ കഴിയുന്നത്. കൊള്ളേണ്ടവർക്ക് കൊള്ളുന്നുണ്ട്. ഇസ്ലാമിക വിരുദ്ധ പ്രസംഗം, ഇവന്റെയൊക്കെ മദ്രസയിൽ നിന്ന് ദീൻ പഠിക്കേണ്ട ഗതികേട് ഇന്നവരെ മുസ്ലിം ലീഗിന്റെ ഒരു കുട്ടിക്കും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ആണത്തോടു കൂടിയാണ് NDF-നെതിരെ പ്രതിരോധിച്ചിട്ടുള്ളത്. ഇതായിരിക്കുന്നു ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നമ്മുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് നെഞ്ചുംകൂടിന്റെ ആ ഉരുക്കിടലോ, അതിന്റെ ഉള്ളിലെ എല്ലാ മാനസിക ഭാവങ്ങളെയും അടുത്തറിഞ്ഞ ഒരാളാണ് ഈ വിനീതൻ. നമുക്കറിയാം, നിങ്ങൾക്കറിയാം, ചിറക് വിരിക്കുന്നതിന് മുമ്പാണ്, ജീവിതത്തിന്റെ ചിറക് വിരിക്കുന്നതിന് മുമ്പാണ് പ്രിയപ്പെട്ട ബാപ്പ മരിച്ചത്. പിന്നെ ഉമ്മ മാത്രമാണുള്ളത്. ആ ഉമ്മ എന്റെയും ഉമ്മയാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, കമ്പ്യൂട്ടറിൽ നിന്നും വിളിച്ചിട്ട് ആ ഉമ്മയെ ടെലഫോണിൽ നിന്നും പുലപ്പിൽ പറയുന്ന NDF-കാരന്റെ വർത്താനം ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയങ്കരനായ സംസ്ഥാന ട്രഷറർ PM ഹനീഫ മരിച്ചിട്ട് കോഴിക്കോട് നിന്ന് ഹനീഫയുടെ വീട്ടിൽ മയ്യത്ത് കൊണ്ടുവച്ച സന്ദർഭം ഞങ്ങളൊക്കെ വിങ്ങുകയാണ്. ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയത്തിൽ, ഈ സംഘടനയിൽ എത്ര പാരമ്പര്യമുണ്ടോ അതിന്റെ ഒപ്പം നിൽക്കുന്ന ഞങ്ങളുടെ മുന്നേ നടക്കേണ്ട സഹോദരൻ ഞങ്ങളെ വിട്ടുപോയി. വേദന തിന്നുന്ന ആ മനസ്സിൽ ആ സന്ദർഭം നോക്കിക്കൊണ്ട് ഹനീഫയുടെ മയ്യത്ത് അവിടെ എത്തിയിട്ടുണ്ട്, ഞങ്ങൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി വിളിച്ചില്ലേ, നിങ്ങൾ ആക്ഷേപിച്ചില്ലേ, മാനസികമായി തകർക്കാൻ ശ്രമിച്ചില്ലേ? എന്റെ കയ്യിൽ വന്നപ്പോ ഫോൺ വന്നപ്പോ ഞാനാകെ പതറിപ്പോയി. അത്രയൊന്നും കരുത്തില്ല ഈ മനസ്സിന്, തകർന്നു പോയി. എന്നിട്ടോ ഉറച്ചു നിൽക്കുന്നു, പതറിയിട്ടില്ല. ഈ ഇരിക്കുന്ന ആണരത്തിന്റെ നെഞ്ചിൻ കൂടിൽ മുമ്പാണ് NDF നിന്റെ മരക്കോട്ടകൾ മുഴുവൻ പപ്പടം പോലെ തകർന്നു തരിപ്പണമായത്. ഏൽപ്പിച്ചെന്ന് തന്നിട്ടുണ്ട് ഈ പതാക. യൂത്ത് ലീഗിന്റെ പ്രസിഡന്റായി ഞങ്ങൾ അന്ന് രാത്രി ഒരുമിച്ചാണ് ഉറങ്ങിയത്. സാധിക്കേ, ഇത് നമ്മുടെ നിലപാടാണ്, ഇത് എന്റേത് മാത്രമാണെന്ന് ഒരു ദുർവ്യാഖ്യാനമുണ്ട്. ഇത് ഞാനും നീയും സുബൈറും ഷംസും എല്ലാം എടുത്തിട്ടുള്ള നിലപാടാണ്. അത് തുടരണം. ആ വാക്കുകൾ ഇപ്പോഴും എന്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. ഒരു അണുമണി തൂക്കം NDF-നെ എതിർക്കുന്ന കാര്യത്തിൽ പുറകോട്ട് പോയിട്ടില്ല. RSS-നെ എതിർക്കും 100 വട്ടം RSS-നെ എതിർക്കും. പക്ഷേ 101 വട്ടമല്ല, 1001 വട്ടം എതിർക്കും യൂത്ത് ലീഗ് NDF എന്ന് പറയപ്പെടുന്ന വർഗീയ സംഘടനയെ. അതൊരു നിലപാടാണ്. ആ നിലപാടിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, വർഗീയവാദികളെ പുതിയ തലമുറയിൽ എങ്ങനെയാണ് കൈവെട്ട് കേസിന് ശേഷം പിറകിപ്പോയ ഈ അണികൾ സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും കൂടുതൽ വർഗീയത പ്രചരിപ്പിക്കുന്നത്. RSS-നെ ആശയപരമായി നമ്മൾ പ്രതിരോധിച്ചിട്ടുണ്ട്, ഇല്ലേ? അറബിക്കടലിൽ മുസല്ലയിട്ട് നമസ്കരിച്ചാലും RSS-നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞത് CH മുഹമ്മദ് കോയ സാഹിബാണ്. പുള്ളിപ്പുലിയുടെ പുള്ളി മാറിയാലും RSS-നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞത് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബാണ്. RSS-നെ എതിർക്കാൻ അത്ര പ്രകോപനപരമായ പ്രസ്താവന ഇന്ത്യയിൽ ഒരു നേതാവും നടത്തിയിട്ടില്ല. മലപ്പുറം ജില്ല അനുവദിച്ചാൽ താനൂര് കടപ്പുറത്ത് പാകിസ്ഥാന്റെ പടക്കപ്പൽ വന്നെടുക്കുമെന്ന് RSS-കാർ പറഞ്ഞപ്പോ ആ പട്ടാളത്തെ തടുക്കാൻ ഇന്ത്യൻ പട്ടാളത്തിന് ശേഷിയില്ലെങ്കിൽ ആ പട്ടാളത്തെ പിരിച്ചുവിട്ടേക്കു, ഞങ്ങൾക്ക് ജില്ല വേണമെന്ന് പ്രഖ്യാപിച്ചത് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബാണ്. RSS-നെ എതിർക്കാൻ അതിനു മുമ്പും അതിനുശേഷവും അത്ര പ്രകോപനപരമായ ഒരു പ്രസ്താവന ഇന്ത്യയിൽ ഒരു നേതാവും നടത്തിയിട്ടില്ല. എന്നിട്ട് ഇവിടെ RSS വളർന്നില്ല, വളർന്നത് മുസ്ലിം ലീഗാണ്. ആ കോയയുടെ പേര് CH കോയ എന്നാണ്. C for Christ, H for Hindu, M for Muslim. മുസ്ലിം ലീഗാണ് വളർന്നത്. എന്നിട്ട് NDF പറഞ്ഞു ഞങ്ങൾ എതിർക്കും. എടോ, 25 കൊല്ലമായി ഈ NDF ഉണ്ടായിട്ട്. നിങ്ങൾ വിചാരിക്കും ഇന്നലെ ഉണ്ടായ സംഘടനയാണ് ഷാജികരം എന്ന് കുറെ പേര് എന്ന് തുടങ്ങിയതാണ്. കൈമാ കീമാ എന്നൊക്കെ പറയുന്നത് ഒരുപാട് നമ്മൾ പ്രസംഗം കേട്ടിട്ടുണ്ട്. ഇതിപ്പോ ഓരോ ദിവസം ഓരോ വർഷവും തോന്നാൻ വേണ്ടി പുതിയ പാർട്ടി പോപ്പുലർ ഫ്രണ്ട് SDP നമ്മൾ വിചാരിക്കും ഇന്നലെയും മെളിഞ്ഞാന്നുണ്ടായ സംഘടന. അങ്ങനെയല്ല, 25 കൊല്ലമായി. 1980-ലും 90-ലുമാണ് NDF ഉണ്ടാക്കുന്നത്. എന്ത് കൊടുത്തു ഈ നാടിന്? ഒരു റോഡ്, ഒരു പാലം, ഒരു തോട്, ഒരു റേഷൻ കാർഡ് പൂരിപ്പിച്ച് നൽകൽ,
എന്തെങ്കിലും ഒരു കാരുണ്യ പ്രവർത്തനം. ഞാൻ അറിയുമോ, മുസ്ലിം ലീഗിനെ 25 കൊല്ലം ജനാധിപത്യത്തിൽ നിസ്സാര വർഷമല്ല, 68 കൊല്ലമാണ് ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രം. 1948 മുസ്ലിം ലീഗ് ഉണ്ടായത്. മദിരാശി അസംബ്ലിയിൽ 5 ജനപ്രതിനിധികൾ. 1957 കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 8 ജനപ്രതിനിധികൾ. 1960 മഹാനായ KM സിനി സാഹിബ് കേരള നിയമസഭാ സ്പീക്കർ. 1948 1967 20 വർഷം പൂർത്തിയായില്ല. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി. അറിയുമോ എന്റെ സുഹൃത, 1979 മലബാറിലെ മാപ്പിളയുടെ ഹൃദയ കൊട്ടാരത്തിൽ ഒരു കോയയായി മാത്രം കഴിയാൻ ആഗ്രഹിച്ച CH മുഹമ്മദ് കോയ മാപ്പിള തൊപ്പി വെച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ 25 വർഷത്തെ ചരിത്രം. ജനാധിപത്യത്തിൽ ഒരു സമുദായത്തെ അതിന്റെ ഔന്നത്യത്തിലേക്ക് വളർത്തി നടത്തി മതേതരത്വത്തിന്റെ പാന്താവിൽ ലീഗ് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് പ്രശ്നങ്ങളെ നേരിടേണ്ടത്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല പെരുമാറ്റ രീതി, വിദ്യാഭ്യാസം, സാംസ്കാരിക ഔന്നത്യം എല്ലാം നൽകി മുസ്ലിം ലീഗ്. അതുകൊണ്ടാണ് പറയുന്നത് വർഗീയതയെ ചെറുക്കണം. കൃത്യമായ നിലപാടാണ് യൂത്ത് ലീഗിൻ്റെത്. എന്റെ സംസാരം കേൾക്കുന്ന ഇതര യുവജന സംഘടനയുടെ നേതാക്കന്മാർ ഇവിടെ ഉണ്ടാകും. കോൺഗ്രസ് തളരരുത്, നിരാശപ്പെടരുത്, മാറി നിൽക്കരുത്, വരണം മുഖ്യധാരയിലേക്ക്. കോൺഗ്രസ് ആണ് ഈ രാജ്യത്തെ ഉണ്ടാക്കിയത്. മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസ് രാമനെയും റഹീമിനെയും വാഴ്ത്തിയ, ഗീതയും ഖുർആനും ആലപിച്ച, ഈശ്വര അല്ലാ തേരെ രാം എന്ന മാസ്മരിക മന്ത്രം മുഴക്കിയ, മസ്ജിദ് മന്ദിർ തെരേഖൽ ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും മതമാണ് ഹിന്ദു മതമെന്ന് വിശ്വസിക്കുകയും മുസൽമാന്മാരോട് നീതി കാണിക്കുകയും ചെയ്ത ഒരു ഭ്രാന്തൻ ഗാന്ധി. നിങ്ങൾക്കിടയിൽ ഉണ്ടായത് ഇത്രമാത്രം സങ്കടകരമാണോ എന്ന് ഹൃദയം പൊട്ടിച്ചോദിച്ച ഗാന്ധി. ആ ഗാന്ധിയുടെ നെഞ്ചിലേക്കാണ് വിനായക് ഗോഡ്സെ എന്ന വർഗീയവാദി അതിനിഷ്ഠൂരമായ വെടിയുണ്ട ഉയർത്തത്. അത് ഏറ്റുവാങ്ങുമ്പോഴും ഹേ റാം 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 എന്ന് പാടിയാണ് ഗാന്ധി മരിച്ചത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാമഭക്തൻ മഹാത്മാഗാന്ധിയാണ്. ആ ഗാന്ധിയുടേതാണ് ഇന്ത്യ, ആ ഗാന്ധിയുടേതാണ് മതേതരത്വം, ആ ഗാന്ധിയാണ് കോൺഗ്രസ്. നിങ്ങളുടെ പ്രാണേതാവ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മതേതരത്വത്തിന്റെ പടനായകനിരുന്ന കസേരയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേര. റെയിൽവേ ദുരന്തമുണ്ടായപ്പോ രാഷ്ട്രീയത്തിലെ മൂല്യത്തിന് വേണ്ടി തന്റെ മന്ത്രിസ്ഥാനം വലിച്ചെറിഞ്ഞ ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന കസേരയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേര. എന്റെ അവസാന തുള്ളി രക്തവും ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി ചിലവഴിക്കുമെന്ന് പറഞ്ഞത് അച്ചടിച്ചു വരുന്നതിന് മുമ്പ് സിഖ് വിഘടനവാദികളുടെ വെടിയുണ്ടയ്ക്ക് മേൽ പിടഞ്ഞു വീണ് മരിച്ച ഇന്ദിരാ പ്രിയദർശിനി ഇരുന്ന കസേരയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേര. എന്റെ പ്രിയതമന്റെ ആപ്പിൾ പോലെ ചുവന്നു തൊടുത്ത കവിൾത്തടത്തിൽ അവസാനമായി ഒരു ഉമ്മ നൽകാൻ കഴിയാതെ, തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ വീതി കൂടിയ നെറ്റിത്തടത്തിൽ ഒരു ചുംബനം നൽകാൻ കഴിയാതെ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും നഷ്ടപ്പെട്ട രാജീവ് ഗാന്ധി എന്ന കസേരയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേര. സ്ഥാനത്തും അസ്ഥാനത്തും ദേശസ്നേഹം പറയുന്ന BJP-ക്കാര, നീ ഈ നാടിന് വേണ്ടി ഒരു പശുക്കുട്ടിയെങ്കിലും ദാനം ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം, ഉണ്ടെങ്കിൽ പറയണം. അതിനപ്പുറമാണ് കോൺഗ്രസ്, നിങ്ങളുടെ സ്ഥാനം. ആ നേതാക്കന്മാരുടെ പ്രത്യയശാസ്ത്രമാണ് യൂത്ത് കോൺഗ്രസിന്റെ സ്നേഹിതന്മാരെ. നിങ്ങളുടെ ആദർശമെങ്കിൽ വെറുതെ ന്യൂ ജനറേഷൻ ലീഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നടന്നാൽ പോരാ, അതിന്റെ മാനറിസങ്ങൾ വെറുതെ അവതരിപ്പിച്ചാൽ പോരാ. സമാനമായ തീരുമാനമെടുക്കണം. യൂത്ത് ലീഗിന്റേതിന് സമാനമായ തീരുമാനം. ഈ സോഷ്യൽ മീഡിയയിലെ പുതിയ തലമുറയെ വർഗീയവൽക്കരിക്കുന്ന ഈ വിപത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ മുന്നോട്ട് വരണം. എടുത്താൽ കഴിയില്ലേ? കഴിയും. അധികം താമസിയാതെ നമ്മൾ അങ്ങനെ എടുക്കണം. പിന്നെ ആരാ ഉള്ളത്? DYFI ഉണ്ടോ അങ്ങനെ നാട്ടിൽ? ഏത് DYFI? കമ്മ്യൂണിസ്റ്റ് ആദർശമാണ്. ഏത് യുവജന സംഘടനയുടെയും ആദർശം എന്ന് പറയുന്നത് മഹാന്മാരായ നേതാക്കന്മാർ കാണിച്ചു തന്ന ജീവിത പന്ഥാവാണ്. കമ്മ്യൂണിസമാണ് ആദർശമെങ്കിൽ DYFI-ക്കാരാ, നിന്റെ തനി നിറം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് ആദർശത്തിന് വേണ്ടി ജീവിച്ച വടകരയിലെ നിസ്വാർത്ഥനായ കമ്മ്യൂണിസ്റ്റ് TP ചന്ദ്രശേഖരനെ അതിനിഷ്ഠൂരമായി വെട്ടിനുറുക്കിയപ്പോ നിന്റെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീർ പോലും പൊഴിഞ്ഞില്ല. എന്നിട്ടിപ്പോ എവിടെയാണ്? രാജ്യം നിർണായകമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുമ്പോ
സഖാവ് AKGയുടെ പാർട്ടി, സഖാവ് കൃഷ്ണപിള്ളയുടെ പാർട്ടി, സഖാവ് EMSന്റെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളെ ഈ നാടിനു വേണ്ടി ചാലിച്ചെടുത്ത ധീരദേശാഭിമാനികൾ. അവരുടേതാണ് കമ്മ്യൂണിസ്റ്റ് ആദർശം. ഡിവൈഎഫ്ഐക്കാരാ അതാണ് ആദർശമെങ്കിൽ വെറുതെ കോടിയേരി ബാലകൃഷ്ണന്റെയും പിണറായി വിജയന്റെയും പറ്റിത്തിരികളായി കാലം കഴിക്കാതെ നട്ടലുള്ള ഡിവൈഎഫ്ഐക്കാരുണ്ടെങ്കിൽ ആർജവത്തോടെ എടുക്കണം യൂത്ത് ലീഗിന്റെ സമാനമായ തീരുമാനം. രാജ്യത്തിന് വേണ്ടി എടുക്കണം. ഭാവി ഇന്ത്യക്ക് വേണ്ടിയാണ് യൂത്ത് ലീഗ് ഈ സന്ദേശവുമായി നിങ്ങളുടെ അടുക്കൽ വരുന്നത്. ഭയപ്പെടേണ്ട, ഈ ഇന്ത്യയെ മാറ്റിമറിക്കാൻ കഴിയില്ല. ഇത് താൽക്കാലികമായ ആക്രോശമാണ്, അഹങ്കാരമാണ്. ഇന്ത്യ ഭരിക്കുന്ന 31% ജനങ്ങളുടെ പിൻബലത്തിൽ മാത്രം ഭരിക്കുന്ന മോദിയുടെയും കൂട്ടരുടെയും അഹങ്കാരം രാജ്യത്തെ കളങ്കമാക്കാൻ കഴിയില്ല. ഗൗതമ ബുദ്ധൻ ലോകമതത്തിന്റെ പട്ടികയിലേക്ക് ഇന്ത്യ ഉയർത്തിയ ഗൗതമ ബുദ്ധൻ തന്റെ ശിഷ്യൻ ആനന്ദമായി ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. ഒരു യാത്രാവേളയിൽ ബുദ്ധന് കലശലായ ദാഹം അനുഭവപ്പെട്ടു. തന്റെ ശിഷ്യൻ ആനന്ദനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, കുടിക്കാൻ വെള്ളം വേണം. ആനന്ദിന് സന്തോഷമായി, ഗുരുവിനെ തൃപ്തിപ്പെടുത്താം. ബുദ്ധൻ പറഞ്ഞു, നമ്മൾ നടന്നു വന്ന വഴിയിൽ ഒരു തെളിനീരുള്ള അരുവിയുണ്ട്. ആ അരുവിയിൽ നിന്നുള്ള വെള്ളമാണ് എനിക്ക് കുടിക്കാനായി കൊണ്ടുവരേണ്ടത്. ആനന്ദ് വളരെ താല്പര്യത്തോടെ ആ പുഴയുടെ അടുക്കലേക്ക് ചെന്നു. ശുദ്ധമായ വെള്ളമെടുക്കാൻ പിരിയേണ്ട താമസം. ഹുങ്കാര ശബ്ദങ്ങളുമായി, ആക്രോശങ്ങളുമായി, കുറെ ശബ്ദങ്ങളുമായി ഒരു കാളവണ്ടിക്കൂട്ടം ആ നദിയെ മുറിച്ചു കടന്നു. നദിയുടെ അടിയിലുള്ള ചത്ത ഇലകൾ മുകളിലേക്ക് പൊന്തി വന്നു. മാലിന്യം മുഴുവൻ മുകളിലേക്ക് തികട്ടി വന്നു. വെള്ളം പൂർണ്ണമായും മലിനമായി, ഒരിറ്റുപോലും കുടിക്കാനില്ല. നിരാശയോടെ ആനന്ദ് ഗുരുവായ ബുദ്ധന്റെ അടുത്തിൽ വന്ന് ഉണ്ടായ സംഭവങ്ങൾ പറഞ്ഞു. ബുദ്ധൻ പറഞ്ഞു, നീ തിരിച്ചു പോകണം. എനിക്ക് കുടിക്കാനുള്ള വെള്ളം ആ പുഴയിൽ നിന്ന് തന്നെയാണ് വേണ്ടത്. നിരാശയോടെ ആനന്ദ് വീണ്ടും തിരിച്ചു നടന്നു. പക്ഷെ അരുവിക്കരയിലെത്തിയ ആനന്ദ് അത്ഭുതകരമായ കാഴ്ചയാണ് കണ്ടത്. പുഴയിലെ ചത്ത ഇലകൾ അടിയിലേക്ക് താഴ്ന്നു പോയിരുന്നു. മാലിന്യം മുഴുവൻ അടിയിലേക്ക് ഊറിപ്പോയിരുന്നു. ശുദ്ധമായ വെള്ളം, തെളിനീരുള്ള വെള്ളം, സൂര്യപ്രകാശത്തിൽ വെള്ളാരം കല്ലിൽ തട്ടി ചിന്തിത്തെറിച്ചിതറുന്ന സ്ഫടിക സമാനമായ വെള്ളം. ആ വെള്ളത്തിൽ നിന്ന് തന്റെ ഗുരുവിന് മതിയാവോളം കുടിക്കാൻ വെള്ളം കൊണ്ടുപോയി നൽകി തൃപ്തി അടഞ്ഞു ആനന്ദ്. ഇന്ത്യ ഒരു തെളിനീരുള്ള ജലാശയമാണ്. ഈ മോദിയും കൂട്ടരും ഉണ്ടാക്കുന്ന പ്രകോപനങ്ങൾ, അടിയിലുള്ള മാലിന്യം ഒരുപക്ഷെ മുകളിലേക്ക് വന്നിട്ടുണ്ടാകും. പക്ഷെ ഈ ചത്ത ഇലകൾ അടിയിലേക്ക് താഴ്ന്നു പോകും. ഈ മാലിന്യം അടിയിലേക്ക് ഊറിപ്പോകും. ശുദ്ധമായ ജലം വരും. തെളിനീരുള്ള ആ വെള്ളത്തിൽ നിന്ന് ഇന്ത്യയുടെ ആത്മാവിന് കുളിര് പകരാൻ മലയാളക്കരയ്ക്കുള്ള ബാധ്യത നിറവേറ്റും വരെ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ കുട്ടികൾ ഈ പച്ച പതാകയുമായി നിങ്ങളുടെ സമീപത്തുണ്ടാകും. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും ഐക്യദാർഢ്യവും ഈ ദൗത്യത്തിനുണ്ടാകണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്, ജയ് മുസ്ലിം.